അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കാഴ്ചപ്പറമ്പ് ജംഗ്ഷനിലാണ് കേസ്. പാലക്കാടുള്ള ലുലു മാളിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ലുലു മാളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. വിഷുവും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. സ്കൂൾ വെക്കേഷനും കൂടിയല്ല, അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി ലുലു മാളിലേക്ക് വന്നിട്ട്, അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. പിന്നെ എന്താ പറയുക, വിഷുച്ചന്ത എന്നുള്ളൊരു ഇത് കൗണ്ടർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കിട്ടുക എന്നൊക്കെ നോക്കണം. നമ്മൾക്ക് എന്താ പറയുക, ഇപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ലുലു മാളിനകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ നല്ല ക്രൗഡാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഞങ്ങൾ ഈ ലുലു മാൾ ഓപ്പൺ ടൈമിലാണ് ഇതുപോലുള്ള തിരക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കണം. ഞങ്ങളൊരു ഈവനിങ് ആണ് കേട്ടോ ഗൈസ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ലുലു മാൾ കയറുന്ന സമയം മുതൽ തിരിച്ച് ഇറങ്ങുന്ന സമയം വരെയും എന്താ പറയുക, ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ നേരെ ലുലു അകത്തേക്ക് പോയിട്ട് അവിടുത്തെ ലുലു എന്താ പറയുക ചന്ത, അതായത് നമ്മുടെ വിഷുച്ചന്ത എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ വിഷുച്ചന്ത നടക്കുന്ന കൗണ്ടറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ലോറിയുടെ രൂപത്തിലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗൈസ്. ലോറിൻ്റെ ബാക്കിലാണ് എന്താ പറയുക, നമ്മൾ ഈ ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ് അതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വെജിറ്റബിൾസാണ് ഈ ഭാഗത്തോട്ടാ. അപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്ന അപ്പുറത്ത് നമ്മൾ കടന്നു കഴിയുമ്പോൾ അവിടെ ഫ്രൂട്ട്സാണ് ഫുള്ളായി വെച്ചിരിക്കുന്നത്. വെജിറ്റബിൾ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാതരം നമുക്ക് കണി കാണാൻ എന്താ പറയുക, വിഷുവിന് നമ്മൾ കഞ്ഞി വെക്കുന്നതിനും വിഷുക്കഞ്ഞിയൊക്കെ വെക്കാൻ പറ്റിയതും പിന്നെ കണി കാണാനുള്ള ഫ്രൂട്ട്സുകൾ എല്ലാ സംഭവങ്ങളും ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് വെച്ചിരിക്കുകയാണ് കേസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്, വിഷുവിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ്. സ്ട്രോബെറി അടിപൊളിയാക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. എത്ര രൂപ? 149, ഇത് 120 അല്ലേ? ഇതൊക്കെ കേക്കാണ് ഉള്ളതാണ്. നോക്ക് സോ. പിന്നെ ഇവിടെ വിഷു പായസമേള എന്ന് പറഞ്ഞൊരു കൗണ്ടറും കൂടെ ഉണ്ട് ഗൈസ്. എല്ലാതരം നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളൊക്കെ ഇവിടെ നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ എന്താ പറയുക, പാലട പായസം, അടപ്രഥമൻ, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളാണ് ഇവിടെ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമുക്കതും വാങ്ങിയിട്ട് പോകാം കേട്ടോ.